നമ്മൾ സാധാരണ ഉണ്ടാക്കുന്നതിൽ നിന്നും വ്യത്യസ്തമായ ഒരു എള്ളുണ്ട നമുക്കുണ്ടാക്കാം. ഇതിന് ആദ്യം നല്ലൊരു പിടി കറിവേപ്പില, 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ഒന്ന് വറുത്തെടുക്കാം. ഇത് ഒരുവിധം നല്ലതുപോലെ വറുത്ത ശേഷം ഇതിലേക്ക് ഓരോരോ സാധനങ്ങളായി ഇട്ട് കൊടുക്കാം. ആദ്യം ഇതിലേക്ക് 10-25 ബദാം ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 മുറി തേങ്ങ ചിരവിയത് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ ഒന്നും അളവ് കൃത്യമല്ല, നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം. ഇനി ഇത് തേങ്ങയിലെ ഒരുവിധം വെള്ളം വറ്റിക്കഴിഞ്ഞാൽ നമുക്കിത് മാറ്റി വയ്ക്കാം. ഇതിലെ എല്ലാ സാധനങ്ങളുടെയും ഗുണങ്ങൾ നിങ്ങൾക്ക് നല്ലതുപോലെ അറിയാം. ഇനി ഇതിലേക്ക് 1.5 ഗ്ലാസ് എള്ള് കഴുകി ഉണക്കിയെടുത്തത് ഒന്ന് നല്ലതുപോലെ പൊടിച്ചെടുക്കാം. കറുത്ത എള്ളിൻ്റെയും ഗുണങ്ങൾ ചില്ലറയൊന്നും അല്ലല്ലോ. സാധാരണ നമ്മൾ എള്ളുണ്ട ഉണ്ടാക്കുമ്പോൾ കറിവേപ്പില ഇടാറില്ല, പിന്നെ എള്ള് വറുത്തിട്ടാണ് ഉണ്ടാക്കാറ്. ഇനി എള്ള് പൊടിച്ചു മാറ്റിയ ശേഷം മിക്സിയുടെ ജാറിലിട്ട് തേങ്ങയും ബദാമും എല്ലാം ഒന്ന് നല്ലതുപോലെ പൊടിച്ചെടുക്കാം. ഇനി അവസാനം എല്ലാം കൂടി ഒന്ന് മിക്സിയുടെ ജാറിലിട്ട് തിരിച്ചെടുക്കാം. അത് ഒരു പാത്രത്തിലേക്ക് ഇട്ട ശേഷം മധുരത്തിനായി ഞാനിതിലേക്ക് തേനാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ശർക്കര വേണ്ടവർക്ക് ശർക്കര ഇടാം, പക്ഷേ ശർക്കരയേക്കാൾ നല്ലത് തേനാണ്. ഇനി തേനും മധുരമൊന്നും വേണ്ട എങ്കിൽ ഒഴിക്കണമെന്നില്ല. ഇതിലുള്ള സാധനങ്ങളെല്ലാം പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഗുണങ്ങളാണ് ഉള്ളത്. നിങ്ങളിങ്ങനെ എള്ളുണ്ട ഉണ്ടാക്കിയിട്ടുണ്ടാവില്ല. അതുകൊണ്ട് നിങ്ങളൊന്ന് ഇങ്ങനെ ഉണ്ടാക്കി നോക്കൂ. കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.